ഹലോ, ബിൽഡ് കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ ഇന്ന് RRB ALP എക്സാം ഫസ്റ്റ് ഡേ ആയിരുന്നു അല്ലേ. 3 ഷിഫ്റ്റിലായിട്ട് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ കുറേ പേരെങ്കിലും എക്സാം എഴുതിയവരുണ്ടാവും. കുറേ പേരൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എക്സാം എഴുതാൻ പോകുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, എങ്ങനെയായിരുന്നു ഇന്നത്തെ എക്സാമിൻ്റെ പാറ്റേൺ എന്തായിരുന്നു, ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് കാര്യമായിട്ടുള്ള ഒരു അനലൈസേഷനോ അങ്ങനെ ഒന്നുമല്ല, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഷിഫ്റ്റ് 1 നോക്കാം കേട്ടോ. മോർണിംഗ് ഷിഫ്റ്റിലേക്ക് നോക്കാം. മാത്സ് മോഡറേറ്റ് ലെവൽ, മൊത്തത്തിൽ എക്സാം ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. ഷിഫ്റ്റ് 1 എക്സാം ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. ഇന്നത്തെ എല്ലാ 3 ഷിഫ്റ്റും മോഡറേറ്റ് ലെവലായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പം മാത്സ് മോഡറേറ്റ് ആണ്. ഒരു 15 തൊട്ട് 17 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി ഉള്ളത് കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി വരുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇന്ന് തന്നെ കിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം അല്ലേ. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇതിനകത്ത് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സാണ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ്, ഇൻട്രസ്റ്റിൽ നിന്ന് 2-3 ആവറേജ്, ടൈം ആൻഡ് വർക്ക്, LCM ആൻഡ് HCF, ജോമെട്രി, മെൻസുറേഷൻ, ട്രെയിൻ, പെർസെൻറ്റേജ്. നമ്മൾ ഇതിനു മുന്നേ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഓരോ ചാപ്റ്ററിൽ നിന്നും ഇത്ര ക്വസ്റ്റ്യൻസ് വരാനാണ് ചാൻസ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഓരോ ഷിഫ്റ്റിലും വന്നിട്ടില്ല. ചെറിയ ഡിഫറൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വന്ന ഒരു കാര്യം, ഇപ്പോൾ പേഴ്സൻറ്റേജിലൊക്കെ ആണെങ്കിൽ പേഴ്സൻറ്റേജിൻ്റെ തന്നെ ഒരു റേഷ്യോസ് വെച്ചിട്ട് പെർസെൻറ്റേജാണ്. അതായത് ഒരാൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് പെർസെൻറ്റേജിൻ്റെ തന്നെ ഒരു പൈ ചാപ്റ്ററാണ് അല്ലേ. ഇപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൻ്റെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് പോലെ പേഴ്സൻറ്റേജിൻ്റെ സബ് ചാപ്റ്ററാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റേഷ്യോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിൽ നിന്ന് പെർസെൻറ്റേജ്, ഇൻവെസ്റ്റ് ചെയ്ത പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്, എത്ര പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് മാത്സിലെ ഫസ്റ്റ് ഷിഫ്റ്റ് മാത്സിൻ്റെ കാര്യം. ഇനി റീസണിങ് ആണെങ്കിൽ നമുക്കറിയാം ഡൈസെറ്റിക്കൽ റീസണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെയും റൗണ്ട് ടേബിൾ, സ്ക്വയർ ടേബിൾ, റെക്ടാങ്കിൾ ടേബിൾ അങ്ങനെയൊക്കെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിരിക്കുന്നത്, നമ്മൾ റീസണിങ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ടോപ്പ്, ബോട്ടം, ഇൻ ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് എല്ലാ ഷിഫ്റ്റിലും ആ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ബ്ലഡ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്ലസ് മൈനസ് അങ്ങനെ തന്നിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ നിന്നും റിലേഷൻ കണ്ടുപിടിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ബ്ലഡ് റിലേഷനിൽ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ റീസണിങ് ആണെങ്കിലും ഈസി ടു മോഡറേറ്റ് ആണ് വന്നിരിക്കുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന പോയിൻ്റാണ് ജനറൽ സയൻസും അവയർനെസ്സും. മാത്സും റീസണിങ്ങും നമുക്കറിയാം, എങ്ങനെ പോയാലും എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരികയെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ജനറൽ സയൻസിനകത്ത് ഫിസിക്സിൽ എല്ലാ ഷിഫ്റ്റിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ലോസ് ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ഈ ഒരു 4 പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി കെമിസ്ട്രി ആണെങ്കിൽ ബേസിക് കെമിക്കൽ റിയാക്ഷൻസ്, ആസിഡ്സ് ആൻഡ് ബേസസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അറ്റോമിക് സ്ട്രക്ചർ, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. പിന്നെ ബയോളജിയിൽ ഹ്യൂമൻ അനാറ്റമി, പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസ്, ബേസിക് ജെനറ്റിക്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്.
ഇനി ജനറൽ അവയർനെസ് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ കറണ്ട് അഫയേഴ്സിനകത്ത് ഇപ്പോൾ അടുത്തായിട്ട് നടന്ന കറണ്ട് അഫയേഴ്സിൽ 2023 മുതൽ 2024 ഒക്ടോബർ വരെയുള്ള കഴിഞ്ഞ മാസം വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അതിനകത്ത് G20 സമ്മിറ്റിനെ കുറിച്ച്, അതുപോലെ പത്മവിഭൂഷൺ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളാണല്ലേ, അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിനകത്ത് നാഷണൽ ലെവൽ ക്രിക്കറ്റ് എന്താ പറയുക ട്രോഫീസ്, അത് ആർക്കൊക്കെ ഏതൊക്കെ ട്രോഫീസ് ആർക്കൊക്കെ കിട്ടി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജനറൽ നോളേജിലാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് ബാബറുടെ വൈഫിൻ്റെ നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് ഷിഫ്റ്റിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പം ബാബറിൻ്റെ വൈഫിൻ്റെ പേരെന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പാനിപ്പത്ത് വാറിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഷെഡ്യൂൾസ് പിന്നെ ആർട്ടിക്കിൾ 29 ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആർട്ടിക്കിൾ ഒരു ഷിഫ്റ്റിൽ 29 കുറിച്ചും വേറൊരു ഷിഫ്റ്റിൽ വേറെ ഏതോ ഒരു ആർട്ടിക്കിളിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു, ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഷോർട്സ് ആയിട്ട് എവിടെയെങ്കിലും ഞാൻ ആഡ് ചെയ്ത് തരാം ഏതായിരുന്നു ആർട്ടിക്കിളിന്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർട്ടിക്കിൾസ് ഷെഡ്യൂൾസ് നോക്കുക, അതുപോലെ ഹിസ്റ്ററിക്കകത്തുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ സ്ട്രാറ്റജിക്കകത്താണെങ്കിൽ രാജ്യങ്ങളുടെ ക്യാപിറ്റൽസ്, കറൻസീസ്, നാഷണൽ സിംബൽസ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെയാണ് അടുത്ത 2 ഷിഫ്റ്റിലും ഉള്ളത്. എന്നാൽ പോലും നമുക്ക് ആ ഷിഫ്റ്റുകളിലും എന്തൊക്കെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നോക്കി പോവാം. അപ്പം ഇത്രയുമാണ് ഫസ്റ്റ് ഷിഫ്റ്റിൽ നോക്കിയത്. അടുത്ത ഷിഫ്റ്റിലും ഇത് തന്നെയാണ്, മോഡറേറ്റ് ലെവൽ തന്നെ ആയിരുന്നു. 12 to 16 ക്വസ്റ്റ്യൻസ് മാത്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ജോമെട്രിയിൽ 1-2 ക്വസ്റ്റ്യൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, LCM, HCF, ടൈം ആൻഡ് വർക്ക്, ഇൻട്രസ്റ്റ്, പെർസെൻറ്റേജ്, ആവറേജ്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. റീസണിങ്ങിലാണെങ്കിലും പസിൽസിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. എഗെയിൻ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റ് തിരിച്ച്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ. ജനറൽ സയൻസ് ആണെങ്കിൽ ലോസ് ഓഫ് മോഷൻ, ഹ്യൂമൻ അനാറ്റമി ആൻഡ് ബേസിക് ജെനറ്റിക്സ്, വർക്ക് എനർജി ആൻഡ് പവർ, ബേസിക് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് അറ്റോമിക് സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജനറൽ സയൻസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ വന്നിട്ട് അവാർഡ്സ്, റീസെൻ്റ് ആയിട്ട് കിട്ടിയ അവാർഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ, പൊളിറ്റിക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ, കറണ്ടായിട്ട് നടന്ന ഇവൻറ്റ്സിനെ കുറിച്ച്, സ്പോർട്സ് ഈ പറഞ്ഞതുപോലെ ട്രോഫീസ് കാര്യങ്ങൾ, ജോഗ്രഫി, കറൻസീസ്, ക്യാപിറ്റൽസ്, ഹിസ്റ്ററി, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ വന്നിരിക്കുന്നത്. ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട്. ഷിഫ്റ്റ് 3യിലും വ്യത്യാസമൊന്നുമില്ല, ഇത് തന്നെയാണ്. മോഡറേറ്റ് ആയിരുന്നു ഷിഫ്റ്റ് 3 എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ 1 to 2 ഇതൊക്കെ തന്നെയാണ് മാത്സിനകത്ത് വന്നിരിക്കുന്നത്. റീസണിങ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിനകത്താണ് നമുക്ക് പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, സിലോഗിസം, അതുപോലെ സീരീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ അത് അവിടെ വിട്ടിട്ട് പോവുക. ആദ്യം GK ചെയ്യാം. അപ്പം ഇതൊന്ന് നോക്കിയിട്ട് ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് പവർ, ബേസിക് കൺസെപ്റ്റ്സ്, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജനറൽ അവയർനെസ് കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും അത് തന്നെയാണ്. ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം, നമുക്കിപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ റീസണിങ്ങും അല്ലെങ്കിൽ മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട്. പിന്നെ അത് കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, മാത്സ് നമുക്ക് എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പിലോ 2 സ്റ്റെപ്പിലോ നമുക്ക് ആൻസർ കിട്ടുന്നില്ല, 2-3 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആൻസർ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറയുന്നത് പോലെ മാത്സിനകത്ത് നമുക്ക് സ്റ്റെപ്സ് കുറയ്ക്കാൻ പറ്റില്ല. എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സ്പീഡ് കൂട്ടുക, കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക, മാക്സിമം സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒരുപാട് ലെങ്തി ആയിട്ട് പോകുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് റിവ്യൂ മാർക്ക് ചെയ്യുക. എന്നിട്ട് പോയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വന്നതിന് ശേഷം റിവ്യൂ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, ഇരുന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേയധികം ടൈം സേവ് ചെയ്ത് വെക്കാൻ പറ്റും.
പറ്റും. ടൈം സേവ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ പുറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന 4 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമായിരിക്കും നമുക്ക് പോകുന്നത്. അപ്പോൾ ആ 4 മാർക്കാണ് നമ്മളവിടെ കളയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഈ പറയുന്നത്. ഒരു ടൈം എടുക്കുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, റിവ്യൂ മാർക്ക് ചെയ്തിട്ട് പോവുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് അവസാനം വന്നിട്ട് എന്ത് ചെയ്യുക, റിവ്യൂ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇന്നത്തെ എക്സാംസോ ഇനി വരുന്ന ദിവസങ്ങളിൽ എക്സാംസോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നിങ്ങൾ അത് പറയുമ്പം നിങ്ങളെപ്പോലെ ഈ വീഡിയോസ് കാണുന്ന പലർക്കും അതൊരു എന്താ പറയുക, ഒരു ധൈര്യവും കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. നമുക്കും അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ പുതിയ വീഡിയോസും അതുപോലെ തന്നെ നാളത്തെ എക്സാമിൻ്റെ റിവ്യൂവും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.